ആ സംഭവം നടക്കുന്ന ദിവസം ഏതാണ്ട് 600-ലധികം മനുഷ്യർക്ക് മരണം സംഭവിച്ചു എന്ന് പറയുന്ന ആ ദുരന്തം നടക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ഓടിയെത്തവരിൽ ഒരാളായിരുന്നു നമ്മുടെ മെമ്പർ സുകന്യ. സുകന്യ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെല്ലാം നമ്മുടെ ഇവിടെ നമ്മുടെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ. അപ്പം ഇവര് ശരിക്കും ഒരു രീതിയിൽ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ്. സുകന്യ നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. സുകന്യ എനിക്കൊന്ന് എത്ര മണിക്കാണ് സുകന്യ അന്ന് ഇവിടെ എത്തിയത്? ശരിക്കും ഈ ഏത് സ്പോട്ടിലേക്കായിരുന്നു എത്തിയത്? തലേ ദിവസം രാവിലെയായിരുന്നു ഫസ്റ്റ് ഇതിന്റെ ഇത് കണ്ടത്. കാശ്മീർ ദ്വീപില് വെള്ളം കയറുകയും. കാശ്മീർ ദ്വീപ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? കുറഞ്ഞ ദൂരം, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ അവിടെ വെള്ളം കയറുകയും അവിടെയുള്ള ഫാമിലീസിനെ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് പകൽ ഞങ്ങൾ മുണ്ടക്കൈയിലുണ്ടായിരുന്നു. പഞ്ചായത്തിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ പുഞ്ചിരിമട്ടത്തെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചു, കുറച്ചുപേരെ സ്കൂളിലേക്ക്. അതിന്റെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ഒരു 11 മണി വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, നൈറ്റ്. ഈ പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ 2:30 ആയപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. അതായത് ഫസ്റ്റ് ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം അറിയുന്നത്. ആ സമയം മുതൽ അതെ അതെ ആ സമയം മുതൽ ഈ സമയം വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു. എനിക്കും ഗോപികൃഷ്ണനും ഒക്കെ അറിയേണ്ട ഒരു കാര്യമുള്ളൂ. അതായത് ഇപ്പം നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? കാരണം കുറെ കാര്യങ്ങൾ സർക്കാർ അതിജീവനം തന്നെയാണ്. അതിജീവനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ? എന്നെ സംബന്ധിച്ച് പുത്തുമലക്കാരുടെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഈ ആളുകൾക്ക്. കാരണം അന്ന് ഈ പുത്തുമലയിൽ ഈ പുനരധിവാസം കാര്യമായി നടന്നില്ലെന്നാണോ പറയുന്നത്? നടന്നിട്ടില്ല. കാരണം ഈ മരിച്ചുപോയവരുടെ ബന്ധുക്കളെയൊക്കെ അവരെയൊക്കെ സഹായിക്കാൻ പറ്റിയില്ലേ? മരിച്ചുപോയവരുടെ ബന്ധുക്കളെ സഹായിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ദുരന്തം അനുഭവിച്ച ആളുകളൊക്കെ ഇല്ല, ദുരന്തം അനുഭവിച്ച ആളുകളൊക്കെ ഇന്നും ലിസ്റ്റിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പൂർണ്ണമായിട്ടും ടൗൺഷിപ്പ് എന്ന ഇത് യാഥാർത്ഥ്യമായിട്ടില്ല. ഈ അധികാരികൾ അന്ന് ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. പുത്തുമല പുനരധിവാസം അവര് പറഞ്ഞിരുന്നത് ടൗൺഷിപ്പ് ഇപ്പോഴത്തെ ഈ ദുരന്തത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. മാത്രമല്ല ഈ വയനാട് എന്ന് പറയുന്ന ഈ ജില്ല നമ്മുടെ ഒരുപക്ഷെ ടൂറിസം അട്രാക്ഷനിൽ ഏറ്റവും നമുക്ക് വരുമാനം ഉണ്ടാക്കുകയും നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇത്രയും സൗന്ദര്യമുണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിനെന്ന് പുറംലോകത്തെ അറിയിക്കുകയും ചെയ്തൊരു സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് ഈ വയനാടിൽ സാധാരണ ജീവിതം ത്തിലേക്ക് വയനാട് മടങ്ങി വരുന്നത് വരെയും 24 നിങ്ങളോട് ഉണ്ടാവും. നമ്മുടെ ഒരു പ്രഖ്യാപനമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു വാർത്ത കൊണ്ടോ 2 വാർത്ത കൊണ്ടോ 200 വാർത്ത കൊണ്ടോ നമ്മൾ പിൻവാങ്ങത്തില്ല. നമ്മൾ വാർത്താ പ്രക്ഷേപണം മാത്രമല്ല സജീവമായിട്ട് ഈ വയനാട്ടിൽ നമ്മൾ ഇറങ്ങും. സുർജിത് അയ്യപ്പത്ത് നമ്മുടെ ഭടനാണ് ഇവിടെ, പിന്നെ ഷഹദ് റഹ്മാനും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ കാണും. വയനാട് സാധാരണ ഇതിലേക്ക് വരുന്ന ഇവിടെ ഏറ്റവും ഈ ദുരന്തം നടന്ന് ഏറ്റവും ആദ്യം ഈ സ്പോട്ടിലെത്തി വേറെ ആരും ഇവിടെ നിൽപ്പുണ്ടോ? ആരുണ്ട്? നിങ്ങളെല്ലാവരും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഗോപി നമുക്ക് പെട്ടെന്ന് ഇവരോട് ചോദിക്കാം അല്ലേ? ഗോപി എന്നെ ചോദിച്ചോളൂ. ആദ്യം തന്നെ വന്നു 2.5 മണിക്കൂർ തന്നെ എത്തിയിട്ടുണ്ട്. എന്റെ പെങ്ങടെ മകൻ ആ സ്കൂളിനടുത്ത് താമസിക്കുന്നത്. അപ്പൊ തന്നെ ഇങ്ങനെ അല്ല, ഇപ്പൊ ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് മാറ്റി ഓരോരുത്തരായിട്ട് ഇപ്പൊ ഓരോ കുടുംബങ്ങളായിട്ട് മാറിയല്ലോ. ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആരുമില്ല. അപ്പോ ഈ അതിജീവനത്തിന്റെ വഴിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? കൃത്യമായിട്ട് നടക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഏകദേശം ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലർക്കും അതിന്റെ പല ഭാഗത്തേക്ക് ചെതറിപ്പോയി. ഇന്നിപ്പം ഈ മാറിപ്പോയി താമസിക്കുന്ന ആൾക്കാർ ഏകദേശം കോഴിക്കോട് ഡിസ്ട്രിക്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ പല ഭാഗത്തായിട്ട് നടക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരുടെയും സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒറ്റപ്പെട്ട കിട്ടാത്ത സംഭവങ്ങളും ഉണ്ട്. സർക്കാർ പറയുന്നത് ടൗൺഷിപ്പ് കൊണ്ടുവരും എന്നുള്ള 2 ടൗൺഷിപ്പാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ടാണ് ടൗൺഷിപ്പിന്റെ കാര്യം തീരുമാനം എടുക്കുക. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അല്ല, നമ്മുടെ അഭിപ്രായം അവരെ പുനരുദ്ധരിപ്പിക്കണം. നല്ല അഭിമാനത്തോടു കൂടി തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയണം. അല്ല, ഈ ടൗൺഷിപ്പ് എന്നുള്ള ഐഡിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊക്കെ ആദ്യം പറഞ്ഞിരുന്നപ്പോ ഈ മേപ്പാടി പഞ്ചായത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ ഒരു പ്രത്യേക ടൗൺഷിപ്പിൽ കുറെ വീടുകളൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അവരുടെ ആഗ്രഹം, അവിടുന്ന് ഉരുൾപൊട്ടിപ്പോയവരുടെ ആഗ്രഹം അവർക്ക് ഒരുമിച്ച് കൂടണം. അവർ പരസ്പര സ്നേഹത്തോടും സന്തോഷത്തോടും അവർക്ക് ഒരുമിച്ച് താമസിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റും പ്രവർത്തിക്കുന്നത്. 2 സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. സേഫ്റ്റിയായ സ്ഥലങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി തീരുമാനം എടുക്കേണ്ടത് ഗവൺമെന്റാണ്. ചേട്ടന്റെ പേരെന്താ? എന്റെ ഒരു ഷാഫി. ഓക്കെ, ഒരു സെക്കൻഡ്. എന്താ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ജാഫർ. ജാഫർ എവിടെയാ ചെയ്യുന്നത്? ഇവിടെ തന്നെ അല്ലേ? ഇത് ജാഫറിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ സർക്കാരിനോടോ?
സർക്കാരിനോട് പറയാനുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വാർഡിൽ പെട്ട ആൾക്കാർ തന്നെ ഞങ്ങൾ 9-ാം വാർഡ് ഏത് പാട് 9-ാം വാർഡ് 9-ാം വാർഡ് ഞങ്ങൾ സൂചിപ്പാറ ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയതിന്റെ ദുരന്തം ഈ 9-ാം വാർഡിൽ ഉണ്ടായിട്ടുണ്ടോ? 10, 11, 12 വാർഡിലെ ദുരന്തങ്ങളില്ല, ദുരിതങ്ങളുള്ളൂ. ദുരിതങ്ങളുണ്ട്. ജോലിയില്ല, ആ കയ്യിൽ ക്യാഷ് ഇല്ല. ആ ഇവിടെ സൂചിപ്പാറ ഒക്കെ ബ്ലോക്ക് ഇതിനെ കുറിച്ചൊക്കെ പഠനം നടക്കുന്നുണ്ടോ? എന്തൊക്കെ എന്തെങ്കിലും ചെയ്തു തരേണ്ടെന്നുള്ള പഠനം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? നടക്കുന്നുണ്ടാവും. താങ്കളുടെ പേരോ? എന്റെ പേര് അബു. എവിടെയാ? ഞാനിവിടെ പുത്തുമല തന്നെ താമസം. ഓക്കെ. 2019 ഉരുൾപൊട്ടലില് ഒരു ഇരയാണ്. ആഹാ. അതിനൊരു സംവിധാനം ഇതുവരെ 5 വർഷമായിട്ട് ഞങ്ങൾ ഒരു 3-4 വീട്ടുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ദുരിതം അനുഭവിക്കുകയാണ് ഇപ്പോഴും. ഓക്കെ. അതിന്റെ പിന്നാലെയാണ് അടുത്ത ദുരന്തം വന്നല്ലേ? അതെ. ഓക്കെ. താങ്കളുടെ പേര്? ആ എവിടെയാ? ആ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? എല്ലാം നല്ല രീതിയിൽ പോണെന്നാണ്. ഞങ്ങളെ നാട്ടുകാരെ പല സ്ഥലത്തായി പോയി കൂട്ടം തെറ്റി നിങ്ങൾ ഒന്നിച്ച് താമസിക്കണം നിങ്ങൾക്ക്, അതല്ലേ? താങ്കളുടെ പേര്? എന്റെ പേര് അബൂബക്കർ. അബൂബക്കർ. ഓക്കെ. താങ്കൾ എവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെയാണ്. ഓക്കെ. താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്ത് വേണമെന്നാണ്? ഞങ്ങളൊരു 3-4 വീടുകളുള്ളൂ ഇവിടെ ബാലൻസ്. 4 വീട് ബാലൻസ് ഉണ്ടല്ലോ. ഇതേതാ സ്ഥലം? പുത്തുമലയില്. ഓക്കെ. ആ സാറ് നേരത്തെ പേരെന്താ? എന്റെ പേര് രാംകുമാർ. ഇവിടെ പുത്തുമലക്കാരനാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് ലോകത്തോട് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലെ, നമ്മൾ എന്താണെന്നറിയാമോ, നമ്മൾ 2 രീതിയിൽ അതിനെ കാണേണ്ടത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ, ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തോളൂ. അതായത് ഒന്ന്, ഇപ്പൊ ഈ 3 വാർഡുകളിൽ പ്രത്യേകിച്ച് 4 അല്ലെ, 4 സ്ഥലത്ത് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സമാനതകളില്ലാത്ത ദുരന്തമാണ്. കാര്യം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ഒരു സുപ്രഭാതത്തിൽ 600-ലധികം മനുഷ്യരില്ലാതായി എന്ന് പറയുന്നത് ഒരു നാടിന് താങ്ങാൻ പറ്റുന്ന സംഭവമല്ല. അതേസമയം അതുകൊണ്ട് മാത്രം ഈ ജില്ലയിലെ എല്ലാ സംഭവവും ഇല്ലാതാകുന്നു. കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒക്കെ വരവ് കുറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ആളുകൾ തന്നെ ഇനി മൗത്ത് പബ്ലിസിറ്റിയും മാധ്യമങ്ങൾ വഴിയും അല്ലാതെ BBC വഴി ഇത് ഈ വയനാട് ദുരന്തം എന്ന് പറഞ്ഞിട്ട് ക്യാരി ചെയ്തിരുന്നു. അപ്പൊ മേപ്പാടി ദുരന്തമോ അല്ലെങ്കിൽ പുത്തുമല ദുരന്തമോ അല്ലെങ്കിൽ നമുക്ക് മുണ്ടക്കൈ ദുരന്തം എന്നൊക്കെ പറയേണ്ടതായിരുന്നു. മുണ്ടക്കൈ ചുരൽമല ദുരന്തം എന്നാണ് നമ്മളൊക്കെ കൂടുതൽ ഉപയോഗിച്ചത്. അപ്പൊ താങ്കള് അന്ന് ആ വെളുപ്പിന് താങ്കൾ ഇവിടെ എത്തുമ്പോ എത്ര മണിയായി? ഇവിടെ ആദ്യത്തെ പൊട്ടൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു. തലേ ദിവസം നമുക്ക് ഇവിടെ കാശ്മീർ ദ്വീപ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളെ ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് മേപ്പാടി പഞ്ചായത്തിന്റെ മെമ്പർമാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് മാറ്റുന്നത്. ആ സമയത്ത് ഞങ്ങൾ പോലും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ഞങ്ങൾ പിന്നീട് ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ അംഗൻവാടി, പുത്തുമല ഏലവേൽ അംഗൻവാടി ഉണ്ട്, അംഗൻവാടിയിൽ കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ മുണ്ടക്കായിലേക്ക് പോവുക. മുണ്ടക്കായിൽ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സാറ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നേരത്തെ ഇവിടെ വേറൊരാൾ സൂചിപ്പിച്ചു, ദുരിതങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പുത്തുമല സൂചിപ്പാറ വാട്ടർഫാള് ഇത് അടച്ചിട്ടിട്ട് ഏകദേശം ഫെബ്രുവരി 19 അടച്ചിട്ടത്. ഇന്നേ വരെ അത് തുറന്നിട്ടില്ല. അത് തുറക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ദുരിതങ്ങൾ മാറാൻ കഴിയും. മറ്റ് സഹായങ്ങൾ, സർക്കാരിന് മറ്റ് സഹായങ്ങൾ ഈ പറയുന്ന പോലെ 300 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിൽ 2 അംഗങ്ങൾ കൊടുക്കുന്ന സഹായങ്ങൾ ഇവിടെ വന്നിട്ടില്ല. അതേപോലെ തന്നെ 10,000 രൂപ കൊടുക്കുന്ന ഒരു സഹായം അതൊന്നും വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ 9-ാം വാർഡ്, അതെ തീർച്ചയായിട്ടും 9-ാം വാർഡിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. എന്റെ ഒരു മനോഗ്രഹം കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ ദുരിതത്തിൽപ്പെട്ട 3 വാർഡിനോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി മാറിയിരിക്കാൻ ചേർന്ന് നിൽക്കുന്ന ഈ 9-ാം വാർഡ്, ഈ ബന്ധപ്പെട്ട് ഈ പുത്തുമലത് 2 പൊട്ടലിന്റെ നേർ സാക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകളത്, 2ന്റെ ഇടയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ. അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മുന്നോട്ട് പോകേണ്ടത്, മുന്നോട്ട് ജീവിക്കേണ്ടത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ സൂചിപ്പാറ എന്ന വാട്ടർഫാൾസ് തുറന്ന് പ്രവർത്തിക്കുക. അതോടുകൂടി ഒരുപാട് പേരുടെ ഉപജീവന മാർഗങ്ങൾ നടക്കും. നമുക്ക് ഷഹദ് റഹ്മാൻ ഉണ്ട് നമ്മുടെ കൂടെ, അതുപോലെ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. ഇവർക്ക് 2 പേർക്കുമാണ്. ഷഹദേ, നമ്മൾ ഇനി ആരാ സംസാരിക്കണ്ടേ? ഓക്കെ. നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. നിങ്ങൾ എവിടെയാ? അവിടെ പുത്തുമല ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ 2019 ഉരുൾപൊട്ടലില് വീട് വാസയോഗ്യം അല്ലാതായതാണ്. ഈ 5 വർഷമായിട്ട് നമുക്ക് പുനരധിവാസത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ദുരിതഭൂമി തന്നെയാണ്, ഫൗസിയ ദുരിതഭൂമി തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ സർക്കാർ അഡ്രസ് ചെയ്യണം അല്ലേ ശരിക്കും. താങ്കളുടെ പേരെന്താ? എന്റെ പേര് ആബിദ. ഞങ്ങൾ 2019 ഉരുൾപൊട്ടലില് ഞങ്ങൾക്ക് സ്ഥലം നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഓഫർ എന്തായിരുന്നു? ഓഫർ ഞങ്ങൾ പിന്നീട് പരിഗണിക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പരിഗണന പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ പേപ്പർ, സ്ഥലത്തിന്റെ പേപ്പറെല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്. ആ പേപ്പർ വെച്ചിട്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടവർക്ക് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു.
നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറയൂ. എന്താ പേര്? എന്റെ പേര് ജിഷ. ജിഷ എവിടെ താമസിക്കുന്നു? ഞാൻ പുത്തുമല. ജിഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് സൂചിപ്പാറ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ്. അതാണ് ഇതിന്റെ ഡിമാൻഡ്. അത് വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു. താങ്കളുടെ പേര്? മോളി. സൂചിപ്പാറ ഞങ്ങള് 10-15 കടകളുണ്ട്. അതിലുള്ള ജീവനക്കാരും ഉണ്ട്, അത് നടത്തിപ്പുകാരും ഉണ്ട്. അവരുടെ ഈ സൂചിപ്പാറ ഇത് അടച്ചിട്ട് എന്ന് പോലെ ഫെബ്രുവരി 20-ാം തീയതി 19 അടച്ചിടാൻ കാര്യം പിന്നെ കുറുവേല് ആന എവിടെ പോയിട്ടില്ല. അതായത് പുൽപ്പള്ളി കുറുവ ഇവിടുന്ന് ഏകദേശം 68-70 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഒരു ആന ചവിട്ടി കൊന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ എക്കോ ടൂറിസ്റ്റ് സെന്ററുകളും അടച്ചു. അപ്പൊ നമ്മളിത് വനംവകുപ്പ് മന്ത്രി വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുമ്പോ ഹൈക്കോടതി പ്രത്യേക നിർദ്ദേശം കിട്ടി. മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പെടുത്തുകയാണ്. അങ്ങനെ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ഇവരുടെയൊക്കെ ജീവിതമാണിത് ചെയ്യണം. ഹൈക്കോടതി നിർദ്ദേശം ഇല്ലാണ്ട് തുറക്കരുത് എന്നുള്ളൊരു വന്നു. അല്ല, ഹൈക്കോടതി പോവാമല്ലോ, ഹൈക്കോടതി അവർക്ക് ബോധ്യപ്പെടുത്താം. എന്ത് ഞങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരാണ്. അവിടെ സൂചിപ്പാറ അവിടെ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്ന വിശ്വസിക്കാം. നിങ്ങളെല്ലാം സൂചിപ്പാറക്കാരാണോ? ഓക്കെ. എന്താ പേര്? ബിൻസി. ഞങ്ങൾ അവിടുത്തെ ഗൈഡുമാരാണ്. എത്രയും പെട്ടെന്ന് സ്ഥാപനം തുറന്നു. തൊഴിലുണ്ടോ? അപ്പോ ഇല്ല, ഞങ്ങൾക്ക് 7 മാസമായിട്ട് ഞങ്ങൾക്ക് തൊഴിലില്ല. അപ്പൊ എങ്ങനെ ജീവിക്കും? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് സാമ്പത്തികം വേണം, ഞങ്ങൾക്ക് ജോലി വേണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പൊ സാമ്പത്തിക മറ്റ് ഇതര മേഖലകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇവിടെ നമ്മൾ ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കെട്ടിടം തകർന്നടി ഉപയോഗശൂന്യമായി മാറുകയും നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ കമ്പനി നൽകിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ അത് വീണ്ടും ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതേപോലെയുള്ള ഒരു ബദൽ സംവിധാനത്തെ കുറിച്ച് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. കാരണം മേപ്പാടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇന്ന് ഇവിടെ മേപ്പാടിയിൽ അദ്ദേഹത്തെ കണ്ട് തീർച്ചയായും സംസാരിക്കണം നിങ്ങൾ കേട്ടോ സുകന്യ. ഓക്കെ. അയ്യാ, നമ്മള് ഇനി നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇവിടെയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ ഏതാണ്ട് 200-ലധികം മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ വെള്ളാർമലയിലേക്ക് പോകും. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രണാമം അർപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഞാനിത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ്. ഒരുപാട് വേദന ബാക്കിയാക്കി മറഞ്ഞുപോയവർക്ക് പ്രണാമം. ഗോപികൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് നമുക്ക് അല്ലേ ഒരു സുകന്യയുടെ വരൂ. സുകന്യ, സുർജിത്ത് എവിടെ? സുർജിത്ത് വരൂ. ഷാഗതുണ്ട്. ഓക്കെ. ഗോപി ഇവിടെ എവിടെ? സുകന്യ ആദ്യം ഇടൂ. അതാണ് എൻ്റെ ഒരു നാട്ടുകാർ വരൂ. നിങ്ങൾ വരൂ. ഈ വേദനയൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. കാര്യം കേരളത്തിന്റെ മനസ്സിൽ ഇത് കോറിയിട്ട കുറേ ദുഃഖങ്ങളുണ്ട്. അതിനൊന്നും ഒരു അവസാനമില്ല. പക്ഷെ നമുക്ക് വയനാടിനെ നമുക്ക് വീണ്ടെടുത്തേ മതിയാവൂ. ഈ വയനാട്ടിലെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നമ്മൾ ഇവിടെ നടത്താൻ തന്നെ കാരണം അതാണ്. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മണ്ണായി വയനാട് മാറാൻ പാടില്ല. ലോകത്തോട് നമുക്ക് വിളിച്ചു പറഞ്ഞേ പറ്റൂ. ലോക ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ വയനാട് ദുരന്തം അല്ലെങ്കിൽ വയനാട് ഉരുൾപൊട്ടലിൽ 100 ആളുകൾ മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഖ്യാതിയായി പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ആളുകളുടെ വരവ് കുറഞ്ഞു. ഇവിടെ ടൂറിസത്തിലൊക്കെ പല ഹോട്ടലുകളിലും ആളില്ല. ഞാൻ തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഞാനും കുറച്ച് ആൾക്കാരെ ഉള്ളെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് രാജകീയമായി സ്വീകരണം കിട്ടിയപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇവിടെ വേറെ ആളുകളില്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു കീറാമുട്ടിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനും വിചാരിച്ചാൽ മാത്രം ഗോപി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത്. അപ്പം നമുക്കിനി വെള്ളാർമല വരെ പോയാലോ? അവിടെ സുകന്യ, വെള്ളാർമലയിൽ നമ്മുടെ ഹാഷ്മി ഉണ്ട്, അതുപോലെ വിജയകുമാറും ഉണ്ട്. അപ്പൊ നമ്മള് ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കരുത്തുണ്ടാകട്ടെ. പറഞ്ഞോളൂ. ഈ പുനരധിവാസ പദ്ധതിയില് നമ്മുടെ ചൂരന്മല, അട്ടമല, മുണ്ടക്കൈ ഈ സെൻട്രൽ ഓഫ് ഹാരിസൺസിന്റെ കമ്പനിയിലെ 3 തോട്ടം 3 മേഖലയിലും
പാടിയിലുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2ാം ഘട്ട പുനരധിവാസത്തില്. പക്ഷെ ഇവിടെ പുത്തുമലയിൽ ഉരുൾപൊട്ടിയ ഈ തോട്ടം തൊഴിലാളികളെ ഒന്നിനും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒലിച്ചു പോയിരുന്നു ഇവിടെ നമ്മളെ പുത്തുമലയിൽ. അപ്പൊ അവരും കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഗവൺമെന്റ് അതുകൂടി പരിഗണിക്കണം അല്ലെ? തീർച്ചയായിട്ടും. അന്ന് സ്ഥലം പോയ കുറെ ആളുകളുണ്ട്. അതായത് ഇവിടെയാണ് അന്ന് പൊട്ടിയത്, പച്ചക്കാട്. ഈ പുത്തുമല എനിക്ക് മനസ്സിലായി. ഓക്കെ, അതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരൊക്കെ അതിനുവേണ്ടി നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് അല്ല, അത് അവർ പറഞ്ഞു. അത് അവർ സ്ഥലം കൊടുത്താൽ മതി, അതവർ പറഞ്ഞു. വീട് എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളും. അപ്പൊ സ്ഥലം കിട്ടിയാൽ മതിയില്ലേ? സ്ഥലം കൊടുക്കാൻ എവിടെയാ? സ്ഥലം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. പൂത്തക്കൊല്ലി 2 ഏക്കർ സ്ഥലം ബാലൻസ് കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ഇത് നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം.